വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾ സങ്കടപ്പെട്ട് എവിടെയെങ്കിലുമൊക്കെ ഒടിഞ്ഞു തൂങ്ങിയിരിക്കരുത്. തളരാതെ പതറാതെ പിടിച്ച് നിന്നേക്കണം. കാരണം ഭാവിയിലെ ആ സന്തോഷമുള്ള നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ കാത്തിരിക്കണം. പിന്നെന്താ പറയുക, കീപ് ഗോയിങ്. ഒരിക്കലും തോറ്റു കൊടുക്കരുത്. ഇത് ജീവിതമാണ്. പല പ്രശ്നങ്ങൾ ഒക്കെ നമ്മുടെ മുന്നിൽ കൂടെ വരും. അതൊക്കെ തരണം ചെയ്ത് നമ്മൾ രക്ഷപ്പെടും. ഇനി നമുക്ക് ചോറും കറിയും ഉണ്ടാവും. ഇതിനകത്ത് നമ്മൾ എന്താ പറയുക, കടുക് ഇട്ടിട്ടുണ്ട്. കടുക് ചുവന്നുള്ളി, തക്കാളി ഇത്ര ഇട്ടുണ്ട്. മ്യൂസിക്കുണ്ട്. ഇതിങ്ങനെ നമുക്ക് ഇന്നത്തേക്ക് എന്തിടാം, ഉപ്പിടാം. ഉപ്പ് എൻ്റെ കയ്യിൽ കിട്ടിയത് കല്ലുപ്പാണ്. അപ്പോൾ കല്ലുപ്പിടാം. വേണമെന്നില്ല. കല്ലിൽ നമുക്ക് ഇട്ടിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം. ഇനി ഇനി കുറച്ച് മുളക് പൊടി ഇട്ടാലും. ഇനി പ്രത്യേകിച്ച് ഇങ്ങനെ ഇന്ന റെസിപ്പി എന്നൊന്നും ഇല്ല. നമ്മുടെ ഒരു തോന്നലെങ്കിൽ നമ്മൾ ഇടുകയാണ്. കുറച്ച് മുളക് പൊടി വന്നോട്ടെ. ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച സാധനം ചിത്രാണയാണ്. പക്ഷെ എന്താണോ ഉണ്ടായി വരുന്നത് അത് നമ്മൾ കഴിക്കും. അത് ചിത്രാണ തന്നെ ആവുമെന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷെ നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെന്തോന്നാലും തളരും. നമുക്ക് മഞ്ഞൾപ്പൊടി ഇടണം. കാരണം നമുക്ക് റൈസിന് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. എന്താ ഇപ്പോൾ മുളകാണ് തട്ടുന്നത്. ഞാൻ തട്ടുമ്പോൾ കാണുന്നില്ല. നമുക്ക് മമ്മി വരുമ്പോൾ എനിക്ക് കാണാനില്ലാത്ത സാധനം എന്തെങ്കിലും ഞാൻ നോക്കിയ സെയിം സ്ഥലത്ത് മമ്മി വന്ന് നോക്കുമ്പോൾ കിട്ടും. അപ്പോൾ നമുക്ക് മമ്മിയെ കൊണ്ട് നോക്കിയിരിക്കാം. ഇപ്പം നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന അരി അതായത് ചോറ് ഇടാം. നമുക്ക് എത്രയാണോ വേണ്ടത് ആ ക്വാണ്ടിറ്റി അത് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ മെത്തേഡ് കറക്റ്റാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പം നമുക്ക് എത്ര ചോറാണോ വേണ്ടത് അതനുസരിച്ച് ഞാൻ അതൊക്കെ ഇടാം. കുറച്ച് ചോറും കൂടി ഞാൻ ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യണം. എന്തായാലും ഇട്ടേക്കാം. നമുക്ക് സത്യത്തിൽ ഇതിൻ്റെ കൂടെ ഇങ്ങനെ എന്താ പറയുക, ഇതിൻ്റെ കൂടെ കറി നമുക്ക് വേണമെന്നില്ല. പക്ഷെ അപ്പോൾ മുട്ട പൊരിക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കി ഒഴിവായിട്ടുമായോട് ചിലപ്പോൾ കഴിക്കാൻ പേടിയുണ്ടോ, അതുകൊണ്ട് ഞാൻ നിർബന്ധിക്കുന്നില്ല. എന്ത് ചെയ്യാം, നമുക്ക് വേണമായിട്ട് എന്ത് ചെയ്യാം. ഞാൻ ആദ്യം വിചാരിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുട്ട ഫ്രൈ ചെയ്തിട്ട് അതിനകത്തേക്ക് റൈസ് ഇടുക എന്നുള്ളതായിരുന്നു. പിന്നെയാണ് എന്താ പറയുക, നമ്മുടെ പ്ലാൻസ് മാറിയത്. അപ്പം എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിന് വേണ്ടി ഇരിക്കട്ടെ. ഇത് നമുക്ക് അടി ഇങ്ങനെ ആവുന്നതിന് മുന്നേ നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. അതാണ് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. സംഭവം നല്ല കളറായിട്ടുണ്ട് അല്ലേ? അങ്ങനെയല്ലേ പറയാൻ പറ്റും. ഞാൻ ഉണ്ടാക്കുന്നതാണ്. ടേസ്റ്റ് നല്ലതായി. ഞാൻ ഈ മുട്ടയും കൂടെ പൊരിച്ചിട്ട് ഞാൻ ബാക്കി പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിനി പപ്പ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഉണ്ടാക്കിയ ഐറ്റമിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഓക്കെ, അപ്പോൾ നമുക്കിനി എന്താ, നമുക്ക് മുട്ട വയ്ക്കാം. അതിനെന്താണ്
ഇതിനകത്തേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് നിങ്ങൾ കണ്ട. ഇനി അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് എന്താണ് ഉപ്പ് ഒഴിക്കാം. അതിലേക്ക് പൊടി എടുക്കാം. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഒരു കുറച്ച് മതി, കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് മതി. എങ്ങനെയുണ്ട് ഐറ്റം എന്ന് വ്യൂവേഴ്സിനോട് പറഞ്ഞോ. കടുവോ? കടുവിട്ടുണ്ട്, കുറച്ചായിട്ടുള്ളൂ. കറിവേപ്പിലയില്ലേ? അയ്യോ, കറിവേപ്പില. അപ്പോൾ ഇത് കാച്ചുന്ന സമയത്ത് ചെറുതായിട്ട് കറിവേപ്പില ഇടാൻ മറന്നു പോയിരിക്കുകയാണ്. മാത്രമല്ല പച്ചമുളക് കാണാനുമില്ല. ഒന്ന് തരുമോ? പച്ചമുളക് കാണാനില്ല. അപ്പം മമ്മി വരുമ്പോൾ ചോദിക്കാൻ ഞാൻ പറയാനില്ല. അപ്പോൾ എനിക്കറിയായിരുന്നു, മമ്മി തപ്പുമ്പോൾ കിട്ടുന്ന എനിക്കറിയായിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഇതിലിടാലോ. നമ്മൾ നേരത്തെ കറിവേപ്പില ഇടാൻ വന്നത്, പച്ചമുളക് ഇട്ടില്ല. ഫോണിലപ്പം 23% ഉള്ളൂ. അപ്പം എപ്പോൾ വേണമെങ്കിലും വീഡിയോ നിന്ന് പോയേക്കാം. അപ്പം നിങ്ങളൊന്നും വിചാരിക്കരുത്. ഇനി എങ്ങാനും നിന്ന് പോയാൽ ഇന്റേണൽ സ്റ്റോറേജ് ഫുള്ളായി നോട്ടിഫിക്കേഷൻ വരുന്നു. അപ്പോൾ നമുക്കിനി മുട്ട പൊരിക്കാനുള്ള അയ്യോ ഓക്കെ ഓക്കെ കുഴപ്പമില്ല അല്ലേ? കറക്റ്റ് ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇത് അടുപ്പിലേക്ക് വയ്ക്കാം. എന്ത് പാൻ അത് ടേബിളല്ലേ വയ്ക്കാൻ? ഓക്കെ. ഇതിങ്ങനെ ഫുള്ളായിട്ട് തന്നെ മറക്കണമെങ്കിൽ ആദ്യം എല്ലാം റെഡി ആയിരിക്കുന്നു. അങ്ങനെ എൻ്റെ വിശപ്പ് പോയി. ഓക്കെ, അപ്പോൾ നമുക്കിനി കഴിക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടി നമ്മൾ അയ്യോ ചതിച്ചല്ലോ. അതിനുശേഷം നമ്മൾ എടുത്ത സാധനങ്ങൾ സാമഗ്രികളൊക്കെ ഇതിനകത്ത് തിരിച്ച് ഞാൻ തന്നെ വെക്കുന്നതുകൊണ്ട് ഒക്കെ ഇതിനകത്തേക്ക് തിരിച്ചെടുത്തായി. ഓക്കെ സുഹൃത്തുക്കളെ, നമുക്ക് ചോറുണ്ണാം. ഓക്കെ, നമ്മുടെ പ്ലേറ്റിലേക്ക് ഇതെല്ലാം പകർത്താം. അപ്പൊ നമുക്കിത് നമ്മൾ ഉണ്ടാക്കി വെച്ച അരേ വാ, കുറച്ച് ടേസ്റ്റ് നോക്കോ, കുറച്ച് ടേസ്റ്റ് നോക്കിട്ട് പറ. എന്നാ ഇത്ര മമ്മിക്ക് കേട്ടാ പ്ലീസ്. ഞാൻ ഉണ്ടാക്കിയതായത് കൊണ്ട് ഇവർക്ക് ഒരു കഴിക്കാൻ പേടി ഉണ്ടാവും, സ്വാഭാവികമാണ്. വേണ്ടേ? ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് പേടിയാണ്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ കൂടി നോട്ടെ കേട്ടോ. ഞാൻ കഴിഞ്ഞാണ് വെച്ചാൽ മുട്ട പൊരിച്ചത് ഇതിനകത്തേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഐശ്ശേ, അങ്ങനെയല്ല ഞാനിവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, വാവ്, മനോഹരമായിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നില്ലെങ്കിൽ ഇപ്പോൾ കറി ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഇപ്പോൾ തന്നെ കഴുകി വെച്ചിട്ട് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി നമുക്ക് എന്താണ്? ഓപ്ഷൻ ബി എന്താണ്? ഓപ്ഷൻ ബി എന്ന് പറയൂ. കഴിച്ചിട്ട് മാത്രം. യെസ്, വെരി ഗുഡ്. കം ഓൺ.
അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് പാത്രം കഴുകാം. കാരണം എന്താണ്, എന്തായാലും പാത്രം കഴുകണം. അപ്പോൾ കഴിച്ചിട്ടാവുമ്പോൾ കഴിച്ച പാത്രം കൊണ്ട് കഴുകാം. വെരി ഗുഡ്, യു ആർ അവാർഡ് ടോപ്പ്. നമുക്ക് വാ, ഇനി നമുക്കിത് വായിൽ വെക്കാൻ കൊള്ളുമോ എന്ന് നോക്കാം. ആ സെഗ്മെൻ്റാണ്. അപ്പോൾ ഈ സെഗ്മെൻറ്റിൻ്റെ പേരാണ് കഴിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ കുറച്ച് ടേസ്റ്റ് നോക്കുമോ? ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ അവർക്ക് പേടിയാണ്. ഭയം എന്ന് പറഞ്ഞാൽ നല്ലതാണ്, ചില സമയത്ത് നല്ലതാണ് എന്ന് തന്നെ ഞാൻ പറയാം. ഞാൻ ഒന്നുകൂടി കാണിച്ചു. വാവ്, ഇത് കണ്ടിട്ട് എങ്ങനെ അവർക്ക് ഭയപ്പെടാൻ തോന്നുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഭയം വേണ്ട, ജാഗ്രത മതി. അപ്പോൾ ഞാൻ ഒന്ന് നോക്കട്ടെ. സത്യം പറയാലോ, ഉപ്പില്ല. സത്യം പറയാലോ, വായി വെക്കാൻ കൊള്ളില്ല, ഉപ്പില്ല. ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ എൻ്റെ ആത്മവിശ്വാസം ചോർന്നു പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇല്ല, പറ്റിച്ചേ, JK. അങ്ങനെയൊന്നുമില്ല. എൻ്റെ എക്സ്പ്രഷൻസ് കാണുന്നവരെ അറപ്പിക്കരുതെന്നാണ് എൻ്റെ മമ്മി പറയുന്നത്. ഇത് ഉപ്പ് കുറഞ്ഞു പോകുമ്പോഴുള്ള എക്സ്പ്രഷനാണ്. എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് അവിടെ ഇരുന്ന് ചിരിക്കുക. ഒന്ന് ടേസ്റ്റ് നോക്കാനുള്ള ധൈര്യമില്ലല്ലോ. ഓക്കെ, ഉള്ളി കുറച്ചും കൂടെ ഒന്ന് കാച്ചപ്പെടണമായിരുന്നു. കുറച്ചും കൂടെ ഒന്ന് എന്താ പറയാ, കുറച്ചും കൂടെ ഒന്ന് മൂക്കുമായിരുന്നെങ്കിൽ നല്ല രസമായേനെ. പിന്നെ കുറച്ചും കൂടെ ഉപ്പും കൂടെ വാരിയിടണം. വാരിയിടണ്ട, ഞാൻ ഇനി കൂടി പോയിട്ട് കഴിക്കാണ്ടിരിക്കാൻ പറ്റണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ഒരു നുള്ളിട്ടത്. ശരി, പക്ഷെ എന്താ ടേസ്റ്റ് ഇല്ലെങ്കിൽ എന്താ, നല്ല ലുക്കുണ്ടല്ലോ. അല്ല, ടേസ്റ്റ് കുറവൊന്നുമില്ല സത്യം പറഞ്ഞാൽ. പപ്പ ഇവിടെ ഈ വഴി വരികയായിരുന്നു, കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാമായിരുന്നു. പപ്പയ്ക്ക് ചിലപ്പോൾ ഭയമായിരിക്കും. ഒരു കാര്യം ചെയ്യാം, കെച്ചപ്പ് എടുക്കാം. കുറച്ച് കെച്ചപ്പ് എടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മൾ കുറച്ച് കെച്ചപ്പ് വെച്ച് നമ്മുടെ ഉപ്പിൻ്റെ അഭാവം അഥവാ ഉപ്പിൻ്റെ കുറവ് നികത്താൻ പോവുകയാണ്. കെച്ചപ്പ് വന്നു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ബൈ. 12% ഉള്ളൂ. ബൈ.